മമ്മൂട്ടി വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എറണാകുളം പൊന്നുരുന്നി CKC സ്കൂളിലുള്ള 64-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലാണ് മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തുമായി വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തിയത്. മമ്മൂട്ടിയെ കാണുന്നതിന് വേണ്ടി നിരവധി വോട്ടർമാർ സംഘടിച്ച് നിൽപ്പുണ്ടായിരുന്നു. മാത്രമല്ല എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KJ ഷൈൻ അവിടെ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയെ അവർ അഭിവാദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോളിംഗ് സ്റ്റേഷനിലേക്ക് 64-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുവരുന്നത്. അതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ മാധ്യമങ്ങളുടെ തിരക്ക് മൂലം അദ്ദേഹം പിന്മാറുകയായിരുന്നു. വലിയ തിരക്കാണ് അവിടെ രൂപപ്പെട്ടത്. മാധ്യമങ്ങളെല്ലാം തിരക്ക് കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്മാറുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം പിന്നോട്ട് പോയ മമ്മൂട്ടി വാഹനത്തിൽ കയറി സ്വയം വാഹനം ഓടിച്ചാണ് അദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയത്. അതുപോലെ തന്നെ അദ്ദേഹം തിരികെ പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. പതിവ് പോലെ അദ്ദേഹം ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ കൂട്ടായില്ല. അത് തിരക്ക് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം വീടിന് സമീപത്തെ പൊന്നുരുന്നി CKC LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തിയത്. അദ്ദേഹം മാധ്യമങ്ങളോട് എന്തെങ്കിലും പറയണം എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അതിനായി അദ്ദേഹം മാധ്യമങ്ങളുടെ അരികിലേക്ക് വരുന്ന സമയം വലിയ തിരക്കുണ്ടായതിനെ തുടർന്ന് അദ്ദേഹം പിന്മാറുകയായിരുന്നു. മാധ്യമങ്ങളുടെ സാധാരണ പോലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാറുണ്ടായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം.
വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമൊക്കെ അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. വലിയ തിരക്ക് അത് അദ്ദേഹത്തിന് വളരെ അധികം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടാവണം. അദ്ദേഹം വാഹനത്തിൽ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതായാലും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഒരു കള്ള വോട്ട് രേഖപ്പെടുത്തിയതായ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതല്ലാതെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുരക്ഷിതമായ ഒരു വോട്ടിംഗ് തന്നെയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV.